SBI വഴി ഓൺലൈനായി പണം അയക്കുന്നവർക്ക് ഇനി പണിയാകും. ഇടപാടുകൾക്ക് ബാങ്ക് പുതിയ നിരക്കുകൾ പ്രഖ്യാപിച്ചു. 2026 ഫെബ്രുവരി 15 മുതലാണ് പുതിയ മാറ്റം പ്രാബല്യത്തിൽ വരിക. SBI വഴി ഓൺലൈനായി പണം അയക്കുന്നവർക്ക് ഇനി മുതൽ ചെറിയ തോതിൽ സർവീസ് ചാർജ് നൽകേണ്ടി വരും. 25,000 രൂപയ്ക്ക് മുകളിലുള്ള IMPS ഇടപാടുകൾക്കാണ് ബാങ്ക് പുതിയ നിരക്കുകൾ പ്രഖ്യാപിച്ചത്. ഇത് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഉപഭോക്താക്കൾക്ക്. 2026 ഫെബ്രുവരി 15 മുതലാണ് ഈ പുതിയ മാറ്റം പ്രാബല്യത്തിൽ വരുന്നത്. നിലവിൽ 5 ലക്ഷം രൂപ വരെയുള്ള ഓൺലൈൻ IMPS ഇടപാടുകൾ സൗജന്യമായിരുന്നു. ഈ ഇളവുകളാണ് ബാങ്ക് ഇപ്പോൾ പിൻവലിക്കുന്നത്. അതേസമയം ബാങ്ക് ശാഖകൾ വഴി നേരിട്ട് നടത്തുന്ന ഇടപാടുകളുടെ നിരക്കിൽ മാറ്റമില്ലാതെ തുടരും. 25,000 രൂപ വരെയുള്ള ഇടപാടുകൾക്ക് ഇപ്പോഴത്തെ പോലെ തന്നെ ചാർജ് നൽകേണ്ടതില്ല. അതിനു മുകളിലുള്ള തുകയ്ക്കാണ് നിരക്കുകൾ ബാധകമാവുക. 25,000 രൂപ വരെയുള്ള ഓൺലൈൻ ഇടപാടുകൾക്ക് സർവീസ് ചാർജ് ബാധകമല്ല. 25,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയുള്ള തുക കൈമാറുന്നതിന് 2 രൂപയും GSTയും സർവീസ് ചാർജായി ഈടാക്കും. 1 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെയുള്ള പണമിടപാടുകൾക്ക് 6 രൂപയും GSTയുമാണ് പുതിയ നിരക്ക്. 2 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള തുക അയക്കാൻ 10 രൂപയും GSTയും സർവീസ് ചാർജായി നൽകണം. 1000 രൂപ വരെ സൗജന്യമാണ്. 1,001 മുതൽ 1 ലക്ഷം വരെ 4 രൂപ പ്ലസ് GST, 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെ 12 രൂപ പ്ലസ് GST, 2 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ 20 രൂപ പ്ലസ് GSTയും നൽകേണ്ടതുണ്ട്. IMPS പണമിടപാടുകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ദിവസം പരമാവധി 5 ലക്ഷം രൂപ വരെ IMPS വഴി അയക്കാനാകും. IMPS വഴി പണം അയച്ചാൽ അത് ഉടൻ തന്നെ മറുഭാഗത്തെ അക്കൗണ്ടിലെത്തും. അതിനാൽ ഒരിക്കൽ പണം അയച്ചാൽ അത് റദ്ദാക്കാനോ തടയാനോ സാധിക്കില്ല. എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ ഉടൻ തന്നെ ബാങ്ക് ശാഖയുമായോ ഹെൽപ്പ് ലൈൻ നമ്പറുമായോ ബന്ധപ്പെടണമെന്നും അറിയിക്കുന്നുണ്ട്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.